നമസ്കാരം. ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി.ജെ.പി. പുതിയ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദില്ലിയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി കൂടിയായ അതിഷി മർലേന. ഇതിന്റെ ഭാഗമായാണ് ഹരിയാന സർക്കാർ ദേശീയ തലസ്ഥാനത്തേക്കുള്ള യമുന നദിയിൽ നിന്നുള്ള ജലവിതരണം നിർത്തിയത് എന്നുകൂടി അതിഷി വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി. ദില്ലിയിലെ ചില പ്രദേശങ്ങളിൽ നിന്നും ജലക്ഷാമം സംബന്ധിച്ച പരാതികൾ ലഭിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത് എന്നുകൂടി അതിഷി പറയുന്നുണ്ട്. ബുധനാഴ്ച തന്നെ ഹരിയാന സർക്കാരിന് കത്തെഴുതുമെന്നും അവർ പറഞ്ഞു. നടപടി ഉണ്ടായില്ല എങ്കിൽ സുപ്രീം കോടതി വഴി മുന്നോട്ട് നീങ്ങാനാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി അതിഷി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരം പരാതികളൊക്കെ തലപൊക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഭയപ്പെടുന്നത് ബി.ജെ.പി. അല്ല, മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ തന്നെ സ്വന്തം വോട്ട് ബാങ്കുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്നതാണ്. ഈ ഭയത്തിന് വ്യക്തമായ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം പഞ്ചാബിൽ നിന്നും അടുത്തിടെ എത്തിയ ചില സൂചനകൾ അത് ഒട്ടും തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിന് ശുഭകരമായൊരു സൂചന നൽകുന്നില്ല. പഞ്ചാബിൽ ഭഗവത് മന്നിന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു ആം ആദ്മി പാർട്ടി രൂപീകരിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് കൃത്യമായ കാരണവും മൻ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം കെജ്രിവാളിന്റെ ഒരു സ്വേച്ഛാധിപത്യം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ അദ്ദേഹത്തെ പുറത്തിറക്കുന്നതിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും പാർട്ടിയുടെ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇതൊക്കെയാണ് മന്നിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആലോചന നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അന്ന് പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി ദില്ലിയിൽ ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചില ഡീലുകൾ ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയുടെ MLA-മാരുമായി നടത്തിയിരുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത് അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നു. പിന്നാലെ അതിനെ കൂട്ടുപിടിച്ചെത്തിയത് അതിഷി മർലേനയായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 22 MLA-മാരോട് ബി.ജെ.പിയുടെ നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് എന്നായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ബി.ജെ.പി. ആ സമയത്ത് കൃത്യമായി നിങ്ങളിതിന് തെളിവ് നൽകൂ എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും പിന്നീട് ഈ ആരോപണം തണുത്തുറഞ്ഞു പോകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഏറ്റവും ഒടുവിലുണ്ടായ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. കാരണം കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് സിംഗ്വി എന്ന് നമുക്കറിയാം. ഈ അഭിഷേക് സിംഗ്വിയെ ആം ആദ്മി പാർട്ടി രാജ്യസഭയിലേക്ക് അയക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ എന്നുള്ള അണിയറ വിശേഷങ്ങളൊക്കെ വളരെ ശക്തമാണ്. ഈ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അരവിന്ദ് കെജ്രിവാളുമായി ഇതേപ്പറ്റി സംസാരിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP കൂടിയായ സ്വാതി മലിവാൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയതെന്നും പിന്നീട് അവിടെ നിന്നും ചില ക്രൂരമായ അധിക്ഷേപം അവർക്ക് നേരിടേണ്ടി വന്നത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ ഡീലുകൾ ഉണ്ടോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ അവിടെ തലപൊക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സംശയം ഏറ്റവും അധികമുള്ളത് ആം ആദ്മി പാർട്ടിയിലെ തന്നെ രണ്ടാം നിര നേതാക്കൾക്കാണ്. ഇടയ്ക്കിടെ ബി.ജെ.പിയുമായി കൊമ്പുകോർക്കുന്നുണ്ട് എങ്കിൽ പോലും, ബി.ജെ.പിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും ബി.ജെ.പി. ആം ആദ്മി പാർട്ടിയുടെ ചില നേതാക്കളെയെങ്കിലും ഇതിനോടകം പോക്കറ്റിലാക്കിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം നിര നേതാക്കൾ സ്വന്തം നേതൃത്വത്തെ ഇത്ര കണ്ട് സംശയത്തോടെ കാണുന്നതും.